ഇന്നത്തേത് എൻ്റെ പാർട്ട്ണറുടെ ബർത്ത്ഡേക്ക് ഐഫോൺ വാങ്ങാൻ പോയൊരു കഥയാണ് കേട്ടോ. ഞങ്ങൾ കുറേ വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറൊക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ബർത്ത്ഡേ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സ്പെഷ്യൽ ആക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. UAE പോലത്തെ ഒരു മഹാരാജ്യത്ത് 4 മാസം മാത്രമായിട്ട് വന്ന എനിക്ക് എന്തായാലും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സഹായിയായിട്ട് ഞാൻ നിയമിച്ചിട്ടുണ്ടായിരുന്നത് പ്രണുവിൻ്റെ ഫ്രണ്ടിനെയും വൈഫിനെയാണ് കേട്ടോ. അങ്ങനെ പ്രണു ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് നേരെ പോയത് അബുദാബിയിലെ ഡൽമ മാളിലോട്ടാണ്. എന്ത് വാങ്ങുന്ന ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഐഫോൺ വാങ്ങാന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ. കാര്യം ഇപ്പോൾ ആൾ ചെറുതായിട്ടൊക്കെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേറ്റസ്റ്റ് ഫോൺ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചത്. ഒരുപാട് ഷോപ്പിൽ കയറി റേറ്റ് എടുത്തപ്പോഴും എല്ലായിടത്തും സെയിം തന്നെ ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എറോസ് പോയിട്ട് നമ്മൾ iPhone 17 Pro നോക്കിയിട്ടോ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കളർ സിൽവർ ആണ്, പക്ഷെ നമുക്കവിടെ സിൽവർ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഓറഞ്ച് ആണ്. അതെനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 17 Proയിൽ ബ്ലൂ കളറാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം ബ്ലൂ കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ സിൽവർ ആയതുകൊണ്ട് ഇനി ബർത്ത്ഡേക്ക് അധികം ദിവസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സോടെയാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ബർത്ത്ഡേ അൽക്കുലത്തെ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ടാസ്ക് ഇത് അവൻ കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സക്സസിന് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഇത്തവണ കേക്ക് വാങ്ങണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ബിസ്ക് ഓഫ് ചീസ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അതാവുമ്പോൾ ഒരു 5 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അധികം പൈസ ആവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കി. പിന്നെ അവൻ വരുന്നേക്കാളും മുന്നേ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ട് ആൾ സർപ്രൈസ് ആയില്ല ഗൈസ്. ഞാനാണ് ഞെട്ടിപ്പോയത്. ആവശ്യ നേരത്തെ പോപ്പർ പൊട്ടുകയും ചെയ്തില്ല, ആകെ ചമ്മി നാണം കിടുകയും ചെയ്തു. പക്ഷേ കേക്ക് രസമുണ്ടെന്ന് ആൾ പറഞ്ഞു കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഐഫോൺ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് കോർഫക്കാനിൽ ഒരു റെയിൻ ക്യാമ്പിംഗ് ഉണ്ടായിരുന്നു. അബുദാബിയിൽ നിന്ന് കേക്ക് മേടിച്ചിട്ട് കോൾഡ് ബോക്സിൽ സ്റ്റോറേജ് ചെയ്തിട്ട് കോർഫക്കാൻ വരെ കൊണ്ടുവന്ന് ഇവരും. അതുപോലെ 5 ദിവസം മുന്നേ ഐഫോൺ മേടിച്ച ഞാനും ഇത് എപ്പോൾ കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് കുറേ തലപുകഞ്ഞ് ആലോചിച്ചു. അവസാനം ബർത്ത്ഡേയുടെ അന്ന് രാത്രിയാണ് നമുക്ക് കൊടുക്കാനുള്ളൊരു അവസരം കിട്ടിയത്. കേക്ക് കണ്ടപ്പോൾ ആള് ഫ്ലാറ്റ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വെച്ചൊരു കേക്ക് കട്ടിങ് ഉണ്ടാവും എന്നുള്ളത്. കാര്യം ഓൾറെഡി കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാണല്ലോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിരിക്കുന്ന സമയത്ത് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ആവും എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നുകൊണ്ട് ഞാൻ ആ ഒരു മൊമെന്റിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആള് പിന്നെയും ഞെട്ടിപ്പോയി. ഇത് പെട്ടി മാത്രമേ ഉള്ളൂ എന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആദ്യത്തെ പാളി പോയെങ്കിലും രണ്ടാമത്തെ ഞങ്ങൾ കലക്കിയിട്ടുണ്ട്. അപ്പോൾ പരിപാടിയുടെ പിന്നിലെ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും താങ്ക് യു ഗായ്സ്.